ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറഞ്ഞു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുവാനും നിത്യനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ ഓർത്ത് അവന് നന്ദി കരയേറ്റുവാനും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യനായ ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് അവന് നന്ദി കരയേറ്റിക്കൊണ്ട്, അവനെ സ്തുതിച്ചുകൊണ്ട്, അവനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ചേർന്നിരിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി നിങ്ങളോട് ഒരുമിച്ച് ആലോചിക്കുവാനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. So we make it our goal to please him whether we are at home, in the body or away from it. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യവും ആഗ്രഹവും, സുപ്രീം അംബീഷൻ, അതിയായ മോഹം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് എന്ന് ഇവിടെ കോരിന്ത്യരോട് സംസാരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കോരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്, ഈ ക്ഷണഭംഗുരമായ ഈ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക എന്നതാണ്. ഈ ജീവിതത്തിൻ്റെ താൽക്കാലികതയും ക്ഷണഭംഗുരമായ അവസ്ഥയും അപ്പോസ്തലൻ അവരോട് പറയുകയാണ്. The transitory nature of life, the transitory life on earth. ഈ ജീവിതം താൽക്കാലികമാണ്. ഈ ജീവിതം ക്ഷണിക നേരത്തേക്ക് മാത്രമേ ഉള്ളത് എന്ന് അവിടെയുള്ള വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നു. നമുക്കറിയാം, അപ്പോസ്തലൻ യുഗപ്രഭാവനായ അപ്പോസ്തലൻ, നിത്യനായ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പ്രാപിച്ചവനായ അപ്പോസ്തലൻ, തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ലാതിരിക്കെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ, യൂറോപ്പിലെ പല ഭാഗത്തും സഭകൾ സ്ഥാപിച്ച അപ്പോസ്തലൻ, അനേകായിരങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം അവരോട് ദൈവവചനം പ്രസംഗിച്ച് അവരെ നടത്തിയ അപ്പോസ്തലൻ, അനേകരെ ദൈവ ജനത്തെ നടത്തുവാൻ തക്കവണ്ണം നിയമിച്ചാക്കിയ അപ്പോസ്തലൻ, അങ്ങനെ അത്രമാത്രം വലിയവനായ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ജീവിതം താൽക്കാലികമാണ്. അപ്പോസ്തലൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, അപ്പോസ്തലൻ ജനിച്ചത് 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിൽ, ഇന്നത്തെ തുർക്കിയിലെ കിലിക്കിയ പ്രവിശ്യയിലെ വിഖ്യാതമായ വ്യാപാര നഗരമായ തർസോസിലാണ്. ശൗൽ എന്ന എബ്രായ നാമവും പൗലോസ് എന്ന ലത്തീൻ നാമവും 3 ഭാഷകളിൽ പ്രാവീണ്യവും ലഭിച്ചവനായിരുന്നു അപ്പോസ്തലൻ. യഹൂദൻ ആയിരുന്നതിനാൽ എബ്രായ ഭാഷ നല്ലവണ്ണം വശമായിരുന്നു. ഗ്രീക്ക് സംസ്കാരത്തിൽ വളർന്നതിനാൽ
യവനായ ഭാഷയും ഗ്രീക്ക് ഭാഷയും, റോമ പൗരനായിരുന്നതിനാൽ ലത്തീൻ ഭാഷയും ലാറ്റിൻ ഭാഷയും നല്ല വശമായിരുന്നു. തൻ്റെ ഉന്നത വിദ്യാഭ്യാസം യെരുശലേമിൽ വിഖ്യാത ഗുരുവായ ഗമാലിയേലിൻ്റെ കീഴിലായിരുന്നു. ന്യായപ്രമാണം കലക്കി കുടിച്ച് പഠിച്ചു. തൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നെങ്കിലും അതിനൊന്നിനും വലിയ വില കൊടുക്കാതെ എല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിൻ്റെ മാനസാന്തരം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലും 26-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് അപ്പോസ്തലൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് അറിയുവാനായിട്ട് സാധിക്കും. ലോക ചരിത്രത്തിലെ അസാധാരണവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയതുമായ ഒരു മാനസാന്തരമായിരുന്നു അപ്പോസ്തലൻ്റെ മാനസാന്തരം. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിക്കുന്ന ആ ശബ്ദം അവൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്ത്യാനികളെ പിടിച്ചു കിട്ടുവാനായി പോയ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നതായി അവനെ ബോധ്യപ്പെടുകയും അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വണങ്ങി യേശുവിൻ്റെ കരങ്ങളിലേക്ക് അവൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. സ്തേഫാനോസിൻ്റെ മരണത്തോടനുബന്ധിച്ചാണ് അപ്പോസ്തലൻ്റെ മനസ്സിൽ ഒരു മാനസാന്തരത്തിൻ്റെ മുട്ട് വിളർന്നത്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നവരുടെ വസ്ത്രം സൂക്ഷിക്കുവാനായി ശൗൽ അവിടെ നിന്നു. അപ്പോസ്തലൻ ചിന്തിച്ചിരിക്കാം, ഈ കർത്താവായ യേശു ക്രിസ്തു വെറുമൊരു കൽപ്പിത കഥാപാത്രമായിരുന്നുവെങ്കിൽ ഇങ്ങനെ സ്തേഫാനോസിന് മരണത്തെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അവൻ ചിന്തിച്ചിരിക്കാം, എങ്ങനെ സ്തേഫാനോസിന് ഇത്രമാത്രം ധൈര്യം കിട്ടി? അത് അവൻ്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കാം. അങ്ങനെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പൗലോസ് കോരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. കോരിന്ത് എന്ന പട്ടണം ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം. ദ ഹാർട്ട് ഓഫ് ഗ്രീക്ക് കൾച്ചർ. അവിടെയുണ്ടായിരുന്ന വിശ്വാസികളിൽ പലർക്കും പുനരുത്ഥാനം എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാവുന്ന കാര്യമായിരുന്നില്ല. മരണത്തോടുകൂടെ ആത്മാവ് വേർപെടുന്നതിനാൽ വീണ്ടും ഒരു പുനരുത്ഥാനം സാധ്യമാകും എന്ന് കോരിന്തിലെ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കോരിന്തിലെ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൽ 48 മുതൽ 58 വാക്യങ്ങളിൽ ക്ഷണഭംഗുരമായ ജീവിതത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമെല്ലാം അവരോട് സംസാരിക്കുന്നുണ്ട്. ദ ട്രാൻസിറ്ററി നേച്ചർ ഓഫ് ലൈഫ്, ദ ട്രാൻസിറ്ററി ലൈഫ് ഓൺ എർത്ത്. സഭകൾ സ്ഥാപിക്കുന്നതോ ദൈവജനത്തെ നടത്തുവാൻ ഓരോരുത്തരെ നിയമിച്ചാക്കുന്നതോ ഒന്നുമായിരുന്നില്ല
അപ്പോസ്തലന്റെ ജീവിതത്തിലെ ലക്ഷ്യം. പ്രിയമുള്ളവരെ, നമ്മളുടെയും ജീവിതത്തോട് നാം ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് നിത്യനായ ദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കുവാൻ നമുക്ക് ഒരു പ്രേരണ ലഭിക്കുന്നത്? അപ്പോസ്തലന്റെ ജീവിതത്തിലുണ്ടായിരുന്നതുപോലെ യൂറോപ്പിലെല്ലാം സഞ്ചരിച്ച് സഭകൾ സ്ഥാപിക്കുക എന്നതായിരുന്നില്ല തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുക. കോരിന്തിലെ വിശ്വാസികളോട് അപ്പോസ്തലൻ പറയുന്നു, ഈ ലോക ജീവിതം തീർന്നു പോകുന്നതാണ്. ഇന്ന് കാണുന്നത് നാളെ ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് അറിയാം, ഏകനായി വന്നവൻ ഏകനായി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. നഗ്നനായി വന്നവൻ നഗ്നനായി ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു. അതിനുശേഷം നമ്മുടെ ജീവിതം ഒന്നുകിൽ നിത്യ സ്വർഗത്തിൽ അല്ലെങ്കിൽ നിത്യ നരകത്തിൽ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കർത്താവിനോട് കൂടെ ഇരിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. നാം ഒരു ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിയവരാണ് എന്ന് അപ്പോസ്തലൻ കോരിന്തിലെ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും, ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഈ ലോക ജീവിതം താൽക്കാലികമാണ്. ഈ ലോക ജീവിതം ക്ഷണികമാണ്. ഈ ലോക ജീവിതം ക്ഷണഭങ്കുരമാണ്. ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെട്ട് കഴിഞ്ഞ് നാം എല്ലാവരും നാം ചെയ്തതിനനുസരിച്ച് പ്രാപിപ്പാൻ തക്കവണ്ണം ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഒരു ന്യായവിധി ഉണ്ട് എന്ന് അപ്പോസ്തലൻ കോരിന്തിലെ വിശ്വാസികളോട് പറയുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഈ ന്യായവിധി മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ പ്രകാരം ഈ ലോകത്തിൽ നാം ജീവിക്കണം. നാം ഈ ലോകത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. നാം ജോലി ചെയ്യുന്നു, നാം ബിസിനസ് ചെയ്യുന്നു. പല കാര്യങ്ങൾ നാം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ബോധ്യമെന്ന് പറയുന്നത്, നാം ജീവിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ എല്ലാറ്റിനും ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണ്. ഞാൻ എന്ത് ചെയ്താലും, നല്ലത് ചെയ്താലും തീയത് ചെയ്താലും എല്ലാറ്റിനും ഞാൻ കണക്ക് കൊടുക്കേണ്ടിയവനാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നാം ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോസ്തലൻ ഇത് പറയുമ്പോൾ അപ്പോസ്തലൻ്റെ ജീവിതത്തിലെ 3 പ്രമാണങ്ങൾ അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്. ജീവിതത്തിലെ 3 പ്രമാണങ്ങൾ അപ്പോസ്തലൻ പറഞ്ഞു. ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പറഞ്ഞു, എല്ലാറ്റിനും ഒടുവിൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് പോകുമ്പോൾ നാം എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. തൻ്റെ ജീവിതത്തിലെ 3 അടിസ്ഥാന പ്രമാണങ്ങൾ അപ്പോസ്തലൻ അവിടെ വിവരിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കണമെന്ന് അവരെല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അവനെല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചുമിരിക്കുന്നു. എന്താണ് അപ്പോസ്തലൻ പറയുന്നത്? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതം. ലൈഫ് കമ്പൽഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്.
ലൈഫ് കമ്പൽഡ് ബൈ ദ ലവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ നിർബന്ധിതമായ പ്രേരിതമായ ഒരു ജീവിതം. ക്രിസ്ത്യാനികളായ നാം ക്രിസ്തുവിനെ ആരാധിക്കുവാനും ക്രിസ്തുവിനെ സേവിക്കുവാനും വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം പിറകിൽ എന്താണ് അതിൻ്റെ പ്രേരക ശക്തി? എന്തുകൊണ്ടാണ് നാം ക്രിസ്തുവിനെ ആരാധിക്കുവാനും ക്രിസ്തുവിനെ സേവിക്കുവാനും നാം തീരുമാനിക്കുന്നത്? അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ? പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിനെ ആരാധിക്കുകയും ക്രിസ്തുവിനെ സേവിക്കുവാനും തീരുമാനമെടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൻ്റെ പിറകിൽ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ നിർബന്ധിത ശക്തി, പ്രേരക ശക്തി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പാപിയായ എന്നെ സ്നേഹിച്ച, ദോഷിയായ എന്നെ സ്നേഹിച്ച, പാപത്തിൽ ജീവിച്ചിരുന്ന എന്നെ സ്നേഹിച്ച, ഞാൻ പാപിയായിരുന്നപ്പോഴും എന്നെ സ്നേഹിച്ച് ലോകാരംഭത്തിന് മുമ്പേ കുരുളിറക്കപ്പെട്ട ആ ദൈവ കുഞ്ഞാട് എനിക്ക് വേണ്ടി സ്വർഗമെല്ലാം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ തൻ്റെ ജീവനെ അർപ്പിച്ച് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവനെ തന്നെ പാപമാക്കി തീർത്ത് എനിക്ക് വേണ്ടി അവൻ രക്തം ചിന്തി. അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, എന്നെ സ്നേഹിച്ച നല്ലവനായ ദൈവം. ഞാനൊരു കാര്യം എൻ്റെ സ്നേഹിതരുമായി പങ്കുവെക്കട്ടെ. നാം മറ്റുള്ളവരുമായി നോക്കുമ്പോൾ എന്താണ് നമുക്ക് മറ്റുള്ളവരെക്കാൾ മേന്മയുള്ളത്? ഞാനൊരു പാപിയാണ് എന്നുള്ള ബോധ്യം നമ്മിലുണ്ടെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ നല്ലവനാണെന്നല്ല, മറ്റുള്ളവരെക്കാൾ ഞാൻ പാപിയാണ്, ഞാൻ മറ്റുള്ളവരെക്കാൾ കുറവുള്ളവനാണ് എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകുമ്പോഴാണ് എൻ്റെ യേശുവിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കുവാനും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ പ്രതി ഈ ലോകത്തിൽ മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയുവാനും എനിക്ക് അവസരം ലഭിക്കുന്നത്. നാം കേട്ടിട്ടുണ്ട് മദർ തെരേസയെക്കുറിച്ച്. മദർ തെരേസയോട് യൂറോപ്പിലെ ആ ജീവിതമെല്ലാം വിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന് കൽക്കട്ടയിലെ ആ ചേരി പ്രദേശങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലുമെല്ലാം നടന്ന് അവിടെ ദൈവവേല ചെയ്ത് പാവപ്പെട്ടവരെ സഹായിച്ച് അങ്ങനെ ജീവിച്ചപ്പോൾ ഒരാൾ മദർ തെരേസയോട് ചോദിച്ചു, എന്താണ് ഇതിൻ്റെ എല്ലാം പിറകിലുള്ള പ്രേരക ശക്തി? മദർ തെരേസ പറഞ്ഞു, ഐ ഡു ഓൾ ദീസ് തിങ്സ് ബിക്കോസ് ഐ ലവ് ജീസസ്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. പ്രിയമുള്ളവരെ, യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി നാം ഓരോന്നോരോന്നും ചെയ്യുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ മഹാഭാഗ്യമില്ല. ഇംഗ്ലീഷിൽ വളരെയധികം പ്രസിദ്ധമായൊരു പാട്ടുണ്ട്, യു ആർ മൈ എവരിത്തിങ്. നീയാണ് എൻ്റെ സർവസ്വവും. യു ആർ മൈ എവരിത്തിങ്. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എല്ലാം മാധുര്യമേറിയ ഒന്നാണ് യേശുവേ നീ എന്ന് പറയുന്ന ആ പാട്ട്. എല്ലാറ്റിലും വലുത്, സോ നിയർ എ ഗോഡ്, സോ ഡിയർ എ ഗോഡ്, സോ റിയൽ എ ഗോഡ്. എൻ്റെ പിതാവ് എം.എ. യോഹന്നാൻ സാറ് ഞങ്ങളോട്, മക്കളോട് ചെറുപ്പം മുതൽ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു വാക്കാണിത്, യാഥാർത്ഥ്യമായ യേശു ക്രിസ്തു. നീ വേദനിക്കുമ്പോൾ, നീ കരയുമ്പോൾ, നീ നിരാശപ്പെട്ടിരിക്കുമ്പോൾ, നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, എങ്ങനെ മുന്നോട്ട് പോകണ്ടുവെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ വാതിലുകളെല്ലാം മുൻപിൽ അടയുമ്പോൾ, അടയ്ക്കപ്പെട്ട വാതിലുകളുടെ മുമ്പിൽ വാതിലുകൾ മലർക്കെ തുറന്നു തരുന്ന നല്ലവനായ കർത്താവായ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, ആ യേശു ക്രിസ്തുവിനെയാണ്
ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ ജീവിതത്തിലെല്ലാം ചെയ്യുവാനായി തീരുമാനമെടുത്തു. രണ്ടാമതായി, നിസ്വാർത്ഥമായ ഒരു ജീവിതം അവൻ ആഗ്രഹിച്ചു. സെൽഫ്ലെസ് ലൈഫ്, ഒരു നിസ്വാർത്ഥമായ ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതം. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ എന്ന് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, നിസ്വാർത്ഥമായ ഒരു ജീവിതം. ഈ ലോകത്തിൽ നാം കാണുന്നത് എന്താണ്? സ്വാർത്ഥ ജീവിതം, സെൽഫിഷ് ലൈഫ്. എല്ലാവർക്കും വേണ്ടിയത് അതാണ്. എനിക്ക് വളരണം, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ആളാകണം, എനിക്ക് നേതാവാകണം. ഇതാണ് നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം, ഞാൻ പറയുന്നതിന് ആരും എതിര് പറയാൻ പാടില്ല, ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അത് തന്നെ അവസാന വാക്ക്. ഒരു സെൽഫിഷ് മോട്ടീവോട് കൂടെയുള്ള ജീവിതമാണ് ഈ ലോകത്തിൽ എവിടെയും നാം കാണുന്നത്. ഈ ലോകത്തിൻ്റെ അടിസ്ഥാനപരമായ ആ പ്രശ്നമെന്ന് പറയുന്നത് സെൽഫിഷ്നെസ് ആണെന്ന് ഞാൻ പറയും. യേശുക്രിസ്തുവിൻ്റെ ജീവിതം നാം നോക്കുമ്പോൾ ഒട്ടും സ്വാർത്ഥതയില്ലാത്തൊരു ജീവിതം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു ജീവിതമാണ്. നാം വിശുദ്ധരായ പരലിലേക്ക് നോക്കുമ്പോൾ, വിശുദ്ധരായ ദൈവജനത്തിലേക്ക് നാം നോക്കുമ്പോൾ, അവരുടെ ജീവിതത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു മേന്മ, മാഹാത്മ്യം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമാണ് അവരുടേതെന്നാണ്. അവരുടെ ജീവിതത്തിന് അല്ല പ്രാധാന്യം അവർ കൊടുത്തത്, മറ്റുള്ളവരുടെ ഓരോരോ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരുടെ ഓരോരോ കാര്യങ്ങൾക്കുമാണ് അവരുടെ ജീവിതത്തിൽ അവർ പ്രാധാന്യം കൊടുത്തത്. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക. എനിക്ക് വേണ്ടിയല്ല, എനിക്ക് വലുതാകണമെന്നുള്ള ആഗ്രഹത്തിനല്ല പ്രാധാന്യം നാം കൊടുക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി. എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് പ്രയോജനം കിട്ടും? എനിക്ക് ലഭിച്ച വിദ്യാഭ്യാസവും എനിക്ക് ലഭിച്ച ഓരോരോ ജീവിതത്തിൻ്റെ പല പല തുറകളിലുള്ള പല സ്വാധീനവും എല്ലാം എനിക്ക് എങ്ങനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ എടുത്തിരുന്ന ഒരു പ്രമാണം അതാണ്, നിസ്വാർത്ഥമായ ഒരു ജീവിതം അവൻ ആഗ്രഹിച്ചിരുന്നു. മൂന്നാമത്തേത്, ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ബോധ്യം. ദൈവത്തോട് സമാധാനം പറയേണ്ടതായ ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് അവന് നന്നായിട്ടറിയാമായിരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിക്കും നാം കണക്ക് കൊടുക്കേണ്ടിയവരാണ്. നല്ലതാകട്ടെ തീയതാകട്ടെ, എല്ലാറ്റിനും നാം കണക്ക് കൊടുക്കണം. പ്രിയമുള്ളവരെ, നാം അതിൻ പ്രകാരമാണോ ജീവിക്കുന്നത്? നാം നന്മ പ്രവൃത്തികൾ ചെയ്താണോ ജീവിക്കുന്നത്? ഏത് പ്രവൃത്തിക്കും നാം കണക്ക് കൊടുക്കേണ്ടിയവരാണ് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണോ നാം ജീവിക്കുന്നത്? ദൈവത്തിന് ഇഷ്ടമായത് പ്രവർത്തിച്ചുകൊണ്ടാണോ നാം ജീവിക്കുന്നത്? നമ്മുടെ ജീവിതം അങ്ങനെയല്ല എങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് പുതിയൊരു ജീവിതത്തിന്, ദൈവപ്രസാദമുള്ള ഒരു ജീവിതത്തിനായി നാം നോക്കിക്കൊണ്ടിരിക്കണം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയമുള്ളവരെ, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. അതാണ് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇതാ ഞാൻ വേഗം വരുന്നു. അവസാനത്തെ പുസ്തകത്തിൽ നാം കാണുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടിയവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി നാം ജീവിക്കണം. സഭാപ്രസംഗിയുടെ പുസ്തകം എക്ലസിയാസ്റ്റസ് അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ
നമുക്ക് ഇത് വീണ്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയമുള്ളവരെ, നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നമുക്ക് ന്യായവിധിയുണ്ടെന്നുള്ള ആ ബോധ്യത്തോടുകൂടെയും ആ ഉറപ്പോടുകൂടെയും അതിൻ പ്രകാരം നാം ഈ ലോകത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക. വീണ്ടും നാം കാണുന്നത് ഒരു കാര്യം കൂടെ നാം കാണുന്നുണ്ട്. ഈ നശിച്ചു പോകുന്ന ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. നശിച്ചു പോകുന്ന ഈ ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നശിച്ചു പോകുന്ന ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. ആരാണ് ആ രക്ഷകൻ? അവനത്രേ കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് ആ യേശുക്രിസ്തുവിൻ്റെ സത്യസാക്ഷികളായി ഈ ലോകത്തിൽ നാം ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? ഇന്ന് ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് നാം യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരു തീരുമാനം നമുക്കെടുക്കാം. എൻ്റെ യേശുവേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. എൻ്റെ കഴിഞ്ഞ കാലത്തെയെല്ലാം ഞാൻ മാറ്റി, എൻ്റെ പഴയ കാലത്തെ ഞാൻ മറന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ നിൻ്റെ സന്നിധിയിൽ ഞാൻ തീരുമാനമെടുക്കുകയാണ്. എൻ്റെ യേശുവേ, എൻ്റെ പഴയകാലത്തെ പാപങ്ങളെല്ലാം നീ നിൻ്റെ ക്രൂശിൽ തിരുരക്തത്തിൽ മായിച്ച് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ യേശുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ മോചിക്കണമേ. അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ച് ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം പ്രദാനം ചെയ്യണമേ. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, സ്നേഹവാനായ കർത്താവേ, ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി സ്തോത്രം. പുതിയൊരു ജീവിതത്തിനായി ഞങ്ങൾ തീരുമാനമെടുത്ത് അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തെ എടുക്കണമേ, മെനയണമേ, പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമീൻ.